ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഈസ്റ്റർ ഒക്കെ വരുമല്ലേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഇനിയിപ്പോ 2-3 ദിവസം അവധി ആയിരിക്കുമല്ലോ കൊറിയറൊക്കെ. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് മാക്സിമം കൊറിയർ പാക്ക് ചെയ്ത് വിടാന്ന്. അപ്പൊ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു കസ്റ്റമർ 10 മൈക്രോഫൈബറിന്റെ ചെറിയ ചവിട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എനിക്ക് പാക്ക് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കുറെ ഗെയിം സാധനങ്ങളും എല്ലാം ആണ്. അപ്പൊ ആദ്യത്തെ നമുക്ക് കുറച്ച് പാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സ് കുറച്ച് എന്തോ പോലെ ഒരു സാഡ് മൂഡും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്റെ എക്സസൈസും കാര്യങ്ങളും എല്ലാം മുടങ്ങി കിടക്കുമായിരുന്നു. അതുകൊണ്ട് സാഡിലൊന്നും നമ്മൾ തന്നെ നമ്മളെ മുക്കിക്കളയുന്നൊന്നും ശരിയല്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഹെൽത്തും കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ലൈഫും ഒക്കെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യണം. അപ്പൊ എനിക്കിതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ. അപ്പൊ ഒത്തിരി വിശേഷങ്ങൾ എല്ലാവരും വാട്സപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ ആയിട്ട് വിടുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് സംസാരിച്ചു, വിളിച്ചു, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് പിന്നെ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ മൂഡ് ഓഫ് ആയിട്ടിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സമയം കളയാനോ ഒന്നും നമുക്ക് സമയമില്ല. അല്ലെങ്കിൽ ഒത്തിരി മൂഡ് ഓഫ് ആയിട്ട് എന്തെങ്കിലും സങ്കടം വന്നാൽ അപ്പോൾ കുറച്ച് ദിവസം 1-2 ദിവസം നമ്മൾ കാര്യം സങ്കടപ്പെടും, വിഷമിക്കും. അങ്ങനെ സ്ട്രെസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യും അല്ലെ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ കടന്നുപോയ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ സ്വർഗമാണ് അല്ലെ. അപ്പൊ ആ രീതിയിലേക്കാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും എടുക്കേണ്ടത് അല്ലെ. ഞാനും ആ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഇപ്പൊ അനുഭവിച്ച കൂടുതലൊന്നും ഇല്ല, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മളെല്ലാ കാര്യങ്ങളും എടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സമയം സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ആ രീതിയിലേക്കാണ് നമുക്ക് നമ്മുടെ ചിന്തകളും പോവുക. അപ്പൊ നമ്മുടെ സങ്കടങ്ങൾ കുറയും, വിഷമങ്ങൾ കുറയും. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലും അതെല്ലാം മാറും. പിന്നെ നമ്മള് പയറ് പോലെ, നാടൻ ഭാഷ പറഞ്ഞാൽ പയറ് പോലെ നമ്മൾ മുന്നോട്ട് ഹാപ്പി ആയിട്ടൊന്ന് കഴിയും അല്ലെ. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും അല്ലെ. ശരിക്കും എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ്, നമ്മുടെ ഈ സന്തോഷം സങ്കടം എന്നൊക്കെ പറയുന്ന നമ്മുടെ മനസ്സിന്റെ ഒരു കളികളാണ്. നമ്മള് സന്തോഷാന്ന് വെച്ചാൽ നമുക്ക് സന്തോഷമാണ്, നമുക്ക് സങ്കടമാന്ന് വെച്ചാൽ അതിൽ തന്നെ നമ്മൾ കെട്ടിക്കിടന്നാൽ നമുക്ക് എന്ന് സങ്കടവും വിഷമവും ചിന്തകളും ഒക്കെ ആ രീതിയിലേക്ക് പോകും. നമ്മുടെ എന്താ പറയാ, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച നമ്മുടെ ഹെൽത്തും പോകും, സൗന്ദര്യവും പോകും, സമയവും പോകും, നമുക്ക് പൈസ സമ്പാദിക്കാനുള്ള സമയങ്ങളും പോകും ഇല്ലേ. നമ്മൾ പോലെ ദുഃഖമായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വീഡിയോ എടുക്കാൻ പറ്റുമോ? നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ട് ഒത്തിരി കിടന്നാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ? പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? സെയിൽ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഓർത്തു അങ്ങനെ ഒരുപാട് വറിയായിട്ട് നമ്മുടെ ചുറ്റും വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഒരു പരിധിക്കുള്ളിൽ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ അല്ലെ. എല്ലാവരും വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ മനസ്സിന്റെ കളിയല്ല. സങ്കടമാണെന്ന് വെച്ചാൽ സങ്കടം, നമ്മൾ പിന്നെ സങ്കടത്തിൽപ്പെട്ട് ഡിപ്രഷൻ അടിച്ച് വിഷമിച്ച് ഹെൽത്തൊക്കെ പോയി ഒത്തിരി കാലങ്ങൾ എന്റെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി സ്ട്രോങ് ആവുന്നതും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നു അല്ലെ. അപ്പൊ പിന്നെ ഇനിയെങ്കിലും നമ്മൾ അത് ഈ പാഠം പഠിച്ചില്ലെങ്കിൽ നമ്മൾ വിഡ്ഢിയാണ് അർത്ഥം അല്ലെ. അപ്പൊ ഒരു തെറ്റ് സംഭവിക്കാം, കൂടിപ്പോയ 2 തെറ്റ് സംഭവിക്കാം. പിന്നെ നമ്മൾ പാഠം പഠിച്ചില്ലെങ്കിൽ നമ്മൾ വിഡ്ഢിയാന്ന് അർത്ഥം അല്ലെ. അപ്പൊ അതിൽ കൂടുതൽ തെറ്റുകൾ നമുക്ക് വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. സന്തോഷമല്ലേ എപ്പോഴും സമാധാനവും എന്താ പറയാ എനർജി ഹെൽത്തും ഒക്കെ കൊണ്ടുവരുന്നത്. ദുഃഖത്തിൽ കിടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ദുഃഖമൊന്നും വേണ്ട, നമുക്ക് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ അല്ലെ. ഒത്തിരി പേര് വിളിച്ചു, സന്തോഷം. ഒത്തിരി നേരം സംസാരിച്ചു, മിണ്ടി, എല്ലാം സന്തോഷം. ഒത്തിരി എന്താ പറയാ ഒത്തിരി പേരുണ്ട് എനിക്കെന്ന് മനസ്സിലായി. മീൻസ് നമുക്കൊരു സ്ട്രെസ്സോ വിഷമങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പേര് നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയാനും ഡിസ്കസ് ചെയ്യാനും ഉണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ, സമാധാനം തോന്നി. ഒത്തിരി പേര് മീൻസ് കുറെ പേരെന്താ കുറെ പ്രീസ്റ്റുമാരൊക്കെ എന്നെ വിളിച്ചു, അങ്ങനെയൊക്കെ വിളിച്ചു, കുറെ സംസാരിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ ഒരു സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതൊരു സിനിമയാക്കിയൊക്കെ എന്തായാലും അല്ലെ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്ലെയിൻ ലിപ്പാം, പിന്നെ ഇതാ പിങ്ക് ലിപ്പാം, പിന്നെ ഇത് കണ്ടോ നല്ല മൾട്ടിപർപ്പസ് ആണ്. പേനയൊക്കെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ എന്ത് വേണേ ഇട്ട് വെക്കാം ആ രീതിയിലുള്ള. അത് 3 എണ്ണം ചോദിച്ചിട്ടുണ്ട്, അത് 3 ഉണ്ട്. പിന്നെ ഇതാ അവരാവശ്യപ്പെട്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള വെൽവെറ്റിന്റെ ഇതുപോലെ കമ്പ്യൂട്ടറൊക്കെ വെക്കുന്ന സ്ഥലത്ത് അവിടെ വേണേ വിരിക്കാം, അല്ലെങ്കിൽ ഏത് ടേബിളിൽ വേണേ വിരിക്കാം. അങ്ങനെയൊക്കെ ഭയങ്കര ഭംഗിയുള്ള, ഞാൻ എന്റെ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്ന എന്റെ താഴെ ഇങ്ങനത്തെ വിരിച്ചിട്ടുണ്ട് ആ രീതിയിൽ. അങ്ങനത്തെ ഒരു മൈക്രോഫൈബറിന്റെ ആണ്, നല്ല ഭംഗിയുള്ള വെൽവെറ്റിന്റെ, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ വെക്കില്ല, അടുത്ത് കണ്ടോ ഇതൊരു ഹാങ്ങർ ആണ്, സ്റ്റീലിന്റെ ആണ്. ഒരെണ്ണത്തിൽ തന്നെ ഇതാ ഇത്രയും എണ്ണം തൂക്കിയിടാം. നല്ല എന്താ ഇങ്ങനെ ചാടി പോരത്തില്ല, ഇതിങ്ങനെ ഫുൾ ലോക്കാ. അങ്ങനെ ലോക്ക് സിസ്റ്റം ഉള്ളു, അതുകൊണ്ട് തുണി ഒരിക്കലും ചാടി പോരത്തില്ല ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിക്കുള്ള ഒരു ഹാങ്ങർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബ്യൂട്ടി ഓയില്, ഫേസ് വാഷ് പൗഡർ, പിന്നെ ഇതാ നമ്മുടെ ചാർജർ. ഇത്രയും സാധനമാണ് ഇവർ മേടിച്ചിരിക്കുന്നത്. ഇത്രയൊന്ന് പാക്ക് ചെയ്തിട്ട് കേട്ടോ.
ഇനി അടുത്ത് നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന 1 kg നമ്മുടെ നാടൻ ഗീയും അതുപോലെ തന്നെ ബോഡി മോയ്സ്ചറും ലിപ്പാമാണ് കേട്ടോ, പിങ്ക് ലിപ്പാമും പാക്ക് ചെയ്യാം. ഇനി അടുത്ത നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും. ബോഡി മോയ്സ്ചറിന്റെ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. അത് ഇനിയിപ്പോ ഞാൻ അടുത്ത ആഴ്ചയായിട്ട് പാക്ക് ചെയ്യുള്ളൂ. കാരണം ഇനിയിപ്പം ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ വരുമല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാക്ക് ചെയ്യുള്ളൂ കേട്ടോ. നമ്മുടെ ഈ വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ അത്ര നല്ല കേട്ടോ, ബ്യൂട്ടി ഓയിലും അങ്ങനത്തെ ഒക്കെ. എന്തായാലും നമ്മൾ നാടൻ രീതിക്കുള്ള കെയർ ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ സേഫ് ആയിട്ട് നിൽക്കാൻ ഏറ്റവും നല്ലത്. ഈ അടുത്ത് നമ്മൾ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവതാരിക പുള്ളിക്കാരിന്റെ മേക്കപ്പ് വീഡിയോ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയിട്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പം നല്ല സുന്ദരിയായിട്ടുണ്ട്, മിടുക്കിയായിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ കണ്ട് അങ്ങനെ നോക്കിയിരുന്നതാണ് മൊത്തം. അപ്പൊ നോക്കുമ്പോ എന്തോ ഒരു പെയിന്റ് പോലെ എത്ര ലെയർ മുഖത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് പെയിന്റിൽ മുക്കിയെടുക്കാന്നൊക്കെ നമ്മൾ തമാശയായിട്ട് പറയില്ലേ, പുട്ടിയടിക്കാന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ അത് തന്നെ സംഭവിക്കുന്നല്ലേ. ഇങ്ങനത്തെ ഈ ഒരു മേക്കപ്പിനൊക്കെ നമ്മളങ്ങനെ അത്ര അങ്ങനെ മേക്കപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് നമ്മളൊരു എന്താ പറയാ ഒരു സൺസ്ക്രീൻ ജെല്ല് തേക്കും, പിന്നെ ഒരു റോസ് പൗഡർ ഇടും, അല്ലെങ്കിൽ അത്രയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അത്രയ്ക്ക് എവിടെയെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അല്ലാത്തൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ. എന്നാലും ഇതിന് പരിധിയില്ലേ അല്ലെ. അത് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് എന്തുമാത്രം സാധനം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ബെറ്റർ ആണെന്ന് ഞാൻ തോന്നി. നമ്മളൊക്കെ ഇപ്പൊ ആകെ ഞാനിപ്പോ സൺസ്ക്രീൻ ജെല്ല് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നാലും നമ്മുടെ സ്കിൻ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ. നമ്മളിപ്പോ പുറത്ത് പോകുവാണെങ്കിൽ നമ്മൾ ഇത്രയൊക്കെയല്ലേ ചെയ്യുള്ളൂ. ചിലപ്പോൾ നമ്മുടെ മുഖം കഴിയിട്ട് ഒരു ഇച്ചിരി പൗഡർ എന്തെങ്കിലും എടുത്തിടും, അങ്ങനെ നമ്മൾ പുറത്തു പോകും. ആ രീതിയില കണ്ണം എഴുതും, അതുപോലെ ലിബാമോ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും തേക്കും. ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്തുമാത്രം മേക്കപ്പ് ഓരോരുത്തർ ഇട്ടിട്ടാ ഇങ്ങനെ എന്താ അവര് ഭംഗിയായിട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇതുപോലെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നൊന്നും ഡാമേജ് ആവാതെ വൃത്തിയായിട്ട് ഡേ ബൈ ഡേ വൃത്തിയായിട്ട് വരുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ആ കോൺഫിഡൻസോട് കൂടി നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് പുറത്തു പോകാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുന്നതെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ, ഭയങ്കര കോൺഫിഡൻസ് കൂടുതൽ തോന്നി. ഇതുപോലെ പൊട്ടിയടിച്ച ഇതുപോലെ പെയിന്റിൽ മുക്കി പൊങ്ങും പോലെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സ്കിൻ എന്തോരം ഡാമേജ് ആവും ഞാൻ ഓർത്തു. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇപ്പൊ ജോലി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ബെറ്റർ നമ്മൾ കസ്തൂരി മഞ്ഞളും വിവാക്സിന്റെ ബോഡി മോയ്സ്ചറും ഈ ബ്യൂട്ടി ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലിബാമൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടിരുന്നു കേട്ടോ ആ വീഡിയോ മൊത്തം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ബോഡി മോയ്സ്ചർ നോക്കാം. അടുത്ത നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞളും പ്ലെയിൻ ലിപ്പാം കേട്ടോ. പ്ലെയിൻ ലിപ്പാം നിങ്ങൾ എന്തായാലും മേടിക്കണേ, ചുണ്ടിന്റെ കെയറിന് അത്ര നല്ലതാണ്. പകലോ രാത്രി എപ്പോ വേണേ നിങ്ങൾക്ക് തേച്ചിട്ട് നടക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. തന്നെ ചുണ്ട് നല്ല പ്ലം ആയിട്ട് പൊട്ടാതെ അടിപൊളിയായിട്ടിരുന്നുള്ളൂ കേട്ടോ. അതെന്തായാലും മസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ആണുങ്ങൾക്ക് ഒക്കെ തേക്കാലോ, പിള്ളേർക്കും തേക്കാം, ഒരു കുഴപ്പമില്ല. അടുത്ത നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന ബ്യൂട്ടി ഓയിൽ ലിപ്പാമൻ തന്നെയാണ്. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഫേസ് വാഷ് പൗഡർ ആണ്, പാക്ക് ചെയ്യാം. അടുത്ത കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാടൻ ഗീ ആണ്, പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന കസ്തൂരി മഞ്ഞൾ ഫേസ് പാക്കും. അടുത്ത ആൾക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ ലിപ്പാം പിങ്ക് കളറ് ബ്യൂട്ടി ഓയില്, പിന്നെ ഈ ഒരു ടിഷ്യൂ ബോക്സും. അടുത്ത കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 പ്ലെയിൻ ലിബാമും 2 പിങ്ക് ലിബാമും കസ്തൂരി മഞ്ഞളുമാണ്, പാക്ക് ചെയ്യട്ടെ. അടുത്ത ആള് കസ്തൂരി മഞ്ഞൾ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ മുഖത്തിടാൻ വേണ്ടി കസ്തൂരി മഞ്ഞൾ മേടിച്ചോളൂ, അത്രയും നല്ല പ്രോഡക്റ്റ് ആണ്. കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. അതിന്റെ സ്മെല്ലും കാര്യങ്ങളും അതിന്റെ ഗുണവും ഒക്കെ അത്രയും വ്യത്യസ്തമാണ്. നമ്മൾ പുറമേന്ന് മേടിക്കുന്ന ഒക്കെ ഇങ്ങനെ വെള്ളക്കൂവ, മഞ്ഞക്കൂവ അങ്ങനത്തെ ഒക്കെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മഞ്ഞൾ പോലെയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ മഞ്ഞ കളറിലൊക്കെ കാണാം. അതൊന്നും അല്ല ഒറിജിനൽ വേണമെങ്കിൽ മേടിച്ച് നോക്കിയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കറി മഞ്ഞൾ, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ, പിന്നെ ഒരു ന്യൂഡ് ലിബാമും ഉണ്ട്, പിന്നെ ഒരു റെഡ് ലിബാമും ഉണ്ട്. അപ്പൊ അതും കൂടി പാക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഇനി ഒരു 3-4 ദിവസത്തേന് പോസ്റ്റ് ഓഫീസ് അവധിയായിരിക്കും എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ഈസ്റ്റർ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മാക്സിമം എനിക്ക് പ്രൊഡക്റ്റ് സെൻഡ് ആക്കാം. അപ്പൊ ഇതുപോലെ ഇനി കൊണ്ടുവച്ചിട്ട് 3-4 പ്രാവശ്യത്തെയും കൂടി കൊണ്ടുവച്ചിട്ട് പാക്ക് ചെയ്യാൻ മാത്രം ഞാൻ സ്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ടുവച്ച് പാക്ക് ചെയ്തിട്ടോ. അതിനു മുമ്പ് എനിക്ക് നമ്മുടെ ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കണം, പെറ്റ്സുകൾക്കൊക്കെ ഓരോ ട്രിപ്പോടെ ഫുഡ് കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി കിച്ചണിൽ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ഞാൻ വേഗം വന്ന് പാക്ക് ചെയ്യുക. അത് ഷൂട്ട് ചെയ്യുന്നില്ല, എനിക്കിങ്ങനെ കുറെ പാക്ക് ചെയ്യാനുള്ള ദിവസം എനിക്ക് ഭയങ്കര സ്ട്രെസ് കയറും. അപ്പൊ ഷൂട്ടിംഗ് കൂടി അല്ലെങ്കിൽ എനിക്ക് അവിടുന്ന് കുറെ പാക്ക് ചെയ്യാൻ, കുറെ ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ എനിക്ക് അവിടുന്ന് പെട്ടെന്ന് സ്ലിപ്പ് നോക്കി വേഗം കവറിലേക്ക് ഇട്ടിട്ട് നേരെ നമ്മൾ കൊണ്ടുവന്ന് ചാക്കിലേക്ക് ആക്കി അങ്ങനെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ മതിയല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ വേഗം പാക്ക് ചെയ്യട്ടെ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.